സംഘപരിവാറിനെ വിമർശിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഭയമാണെന്ന് LDF സ്ഥാനാർത്ഥി KS ഹംസ. പൊന്നാനി ലോക്കൽ തല LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാണക്കാട് ഹൈദരലി തങ്ങളെ EDക്ക് മുന്നിൽ വേട്ടയാടാൻ വിട്ടു നൽകിയവരാണ് ലീഗിലെ ഉന്നത നേതാക്കളെന്നും സംഘപരിവാറിനെ വിമർശിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഭയമാണെന്ന് LDF സ്ഥാനാർത്ഥി KS ഹംസ പറഞ്ഞു. സംഘപരിവാരത്തെ വിമർശിക്കാൻ ഇവർക്ക് പേടിയാണ്. അതിനുശേഷം മുത്തലാഖ് ബില്ല് അവിടെ അവതരിപ്പിച്ച സമയത്ത് വോട്ടിങ്ങിന്റെ സമയത്ത് മെല്ലെ അവിടെ മുങ്ങി കേരളത്തിലേക്ക്. കാരണം എന്താണെന്നോ, അവിടെ എതിർക്കേണ്ടി വരും. CAയുടെ മുമ്പായിട്ട് NIA ബില്ല് ട്രയൽ ആയിട്ട് പാർലമെന്റ് അവതരിപ്പിച്ചു. ന്യൂനപക്ഷങ്ങളെ തെരഞ്ഞു പിടിച്ച് വേട്ടയാടാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയെടുത്ത ചുട്ടെടുത്ത ഒരു ബില്ലായിരുന്നു. ആ ബില്ലിന്റെ വോട്ടെടുപ്പ് വേളയിൽ എന്ത് ചെയ്തു? ഇപ്പൊ ഉള്ള MP അടക്കം, ഇവിടുന്ന് പോയ MP അടക്കം എല്ലാവരും വാലും ചുരുട്ടി പേടിച്ച് മാളത്തിൽ പൊളിച്ചിരുന്നു. വോട്ട് ചെയ്തില്ല. ചർച്ച വരെയിൽ എന്തൊക്കെയൊക്കെ പറഞ്ഞു, ആരൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടി. വോട്ടെടുപ്പ് സമയത്ത് മുങ്ങിക്കളിച്ചു. അന്ന് കേരളത്തിലെ 20 MP-മാരിൽ ഒരേ ഒരു MP മാത്രമാണ് ആ ബില്ലിനെതിരെ വോട്ട് ചെയ്തുള്ളൂ. വോട്ട് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ളൂ. അത് AM ആരിഫായിരുന്നു, ആലപ്പുഴ. പൊന്നാനി ലോക്കൽ തല LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. RV ഹാളിൽ നടന്ന പരിപാടി CPM ജില്ലാ കമ്മിറ്റി അംഗം പ്രൊഫസർ MM നാരായണൻ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. AK ജബ്ബാർ, സുരേഷ് കാക്കനാത്ത്, ഫാറൂഖ്, PV അയ്യൂബ്, P ഇന്ദിര, എവറസ്റ്റ് ലത്തീഫ്, VP ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു. NCV ന്യൂസ് പൊന്നാനി. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ദ്രവ്യകലശവും ഉത്സവവും മാർച്ച് 14 മുതൽ 24 കൂടി. ദ്രവ്യകലശം മാർച്ച് 14 മുതൽ 17 വരെ. കൊടിയേറ്റം മാർച്ച് 17 രാത്രി 7:30. ഉത്സവ ബലി മാർച്ച് 22. പള്ളിവേട്ട 23. ആറാട്ട് മാർച്ച് 24 ഞായറാഴ്ച. ക്ഷേത്രോത്സവ കലാപരിപാടികളുടെ ഭാഗമായി മാർച്ച് 22 വെള്ളിയാഴ്ച രാത്രി 7 മണിക്ക് പ്രശസ്ത സിനിമാ താരം ലക്ഷ്മി ഗോപാലസ്വാമി അവതരിപ്പിക്കുന്ന നൃത്തം ആഘോഷം ഉണ്ടായിരിക്കും. ഏവരെയും ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു.